നിങ്ങളുടെ കണ്ണിൽ അത് വൈഫായിരിക്കും, പക്ഷെ ബാലു മനസ്സിലാലോചിക്കുന്നത് വേറെ ആളായിരിക്കും. എന്റെ ഏറ്റവും വലിയ സുഹൃത്തും വഴി കാട്ടി അതൊന്ന് വനിതയുടെ പരസ്യം. ആസിഫിക്കയുടെ ഒരു ഇന്റർവ്യൂവിനകത്ത് ആസിഫിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാലചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് ട്രിപ്പിന് നിങ്ങളെ കൊണ്ടുപോയി ഫസ്റ്റ് നൈറ്റ് ട്രെയിനിലായിരുന്നു. ടോർച്ചർ ഒന്നും ആയിരുന്നില്ലടാ, ട്രെയിനിലെ ഒരു ബോഗിലായിരുന്നു അതായിരുന്നു. അപ്പൊ അതിനകത്ത് ഞങ്ങൾക്കൊരു കൂപ്പേ കിട്ടി. അപ്പൊ ഇവര് മൊത്തം ഞങ്ങളുടെ കൂപ്പയെ ഫുൾ അവര് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് മുല്ലപ്പൂ ഒക്കെ വെച്ച് അറേഞ്ച് ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം രാവിലെയാണ് എന്റെ പണി കിട്ടി. ഞങ്ങൾക്ക് സീറ്റ് മാറി നിൽക്കണമായിരുന്നു. അവരെല്ലാരും നല്ല ഉറക്കവും ഞങ്ങള് ബാഗൊക്കെ ആയിട്ട് ഇതൊക്കെ മാറ്റി ഓടേണ്ട ഒരു അവസ്ഥ. അതെ അതെ. ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞൊന്ന് ട്രിഗർ ചെയ്യണം അല്ലെങ്കിൽ പേടിപ്പിക്കണം. പേടിപ്പിക്കാൻ നാളെ രാവിലെ 6 മണിക്ക് ഷൂട്ടിന് ഉല്ലാസം ഓടിപ്പിക്കാൻ വേണ്ടി പേടിച്ചോളൂ. ചേട്ടൻ വാഴച്ചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആൻഡ് ബോണ്ടിങ് ഉള്ള ആൾക്കാരല്ലേ, പല്ല് കാണിച്ചു കഴിഞ്ഞാൽ ഔട്ടാണ്, അല്ലെങ്കിൽ ചേട്ടൻ ജയിക്കും. ഒരു മിനിറ്റിൽ കവിഞ്ഞല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് ആഗ്രഹം. പക്ഷെ എന്നാൽ ഈ സിനിമയിൽ ഞാനത് പറയും, ഇതൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതല്ല, ഇതെല്ലാം സംഭവിച്ചു പോയതാണ്. ആദ്യം തന്നെ വന്നു കയറിയ ഉടനെ ഓട്ടോ ലൊക്കേഷനിലും വരുമ്പോ തന്നെ എല്ലായിടത്തും ഓടണം. ഞങ്ങള് ഓടി എല്ലാ സ്ഥലം കണ്ടിട്ടുണ്ട്, ഓടി കിടന്ന് കണ്ടു. ഹലോ എവറി വൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ദിസ് ഇസ് നേഹ മാത്യു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 3 സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഇപ്പം ഇറങ്ങാൻ പോകുന്ന പുഷ്പക വിമാനത്തിൻ്റെ മെയിൻ കാസ്റ്റ് ആൻഡ് ഡയറക്ടറാണുള്ളത്. ബാലു വർഗീസ്, സിജു വിൽസൺ ആൻഡ് ഉല്ലാസ് കൃഷ്ണ. വെൽക്കം യു ഓൾ ടു ദ ഷോ. താങ്ക് യു. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്, ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. ഞാൻ എക്സൈറ്റഡ് ആണ്, ഇച്ചിരി നെർവസ് ആണ്. എന്തെങ്കിലുമൊക്കെ പാളിച്ചുകളുണ്ടെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കാം. ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പം ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് തന്നെ ടൈം റിലേറ്റഡ് ആണ്. 1 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് വരാവോ, ഒരാളുടെ ജീവൻ തന്നെ മാറിപ്പോയേക്കാം എന്നുള്ള രീതിയിലുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ കോൺസെപ്റ്റ് ഉല്ലാസ് ചേട്ടൻ എങ്ങനെയാണ് വന്നത്? സ്വന്തം ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വന്നതാണോ, അല്ലാണ്ട് എങ്ങനെ ആശയമായിട്ട്? അല്ല, ഒരു ഫസ്റ്റ് പടം ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടർ എന്ന നിലയ്ക്ക് ഒരു സിനിമ ആദ്യം ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പുതുമയുള്ള സബ്ജക്റ്റ് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ റിയൽ സ്ഥിരം ചെയ്ത് ഒരുപാട് ഡയറക്ടേഴ്സ് മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു പുതിയ സബ്ജക്റ്റ് വേണം എന്നുള്ള പ്ലാനിങ്ങിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ സബ്ജക്റ്റ്, ഇതിൻ്റെ റൈറ്റേഴ്സ് സന്ദീപ് സദാനന്ദനും ദീപു എസ് നായരുമാണ്. ഞങ്ങൾ മാമാങ്കം എന്ന് പറഞ്ഞ സിനിമ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല കഥകളുമായിട്ട് അവരെന്നെ അപ്രോച്ച് ചെയ്യും. ഞങ്ങൾ പല ചർച്ചകൾ ഉണ്ടായിരുന്നു, പല സബ്ജക്റ്റുകളും. അങ്ങനെ ഈ കോവിഡ് കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സബ്ജക്റ്റിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ട്രാക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മ്യൂസിക്കൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് സിജുചേട്ടൻ്റെ നേഴ്സ് എന്നുള്ളൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ സിജുചേട്ടനെ ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, മിസ് കേരള 2022 സെലിബ്രിറ്റി ചാറ്റ് സിജുചേട്ടൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 2021-22 സിജുചേട്ടൻ്റെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് സിജുചേട്ടൻ പറഞ്ഞായിരുന്നു, സിജുചേട്ടൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. അപ്പം ഈ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഫ്രീക്കൻ നേഴ്സ് എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോഴത്തേക്കും എങ്ങനെയാണ് ലൈക്ക് ആ ഒരു നേഴ്സ് ക്യാരക്ടർ പിന്നെയും പോർട്രേ ചെയ്തപ്പം എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു? അല്ല, എന്നാലും ഒരു നഴ്സസിന്റെ ജീവിതം എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലുള്ള സീൻസോ അങ്ങനത്തെ സോങ് കട്ട്സിന്റെ ഇതിന്റെ ഇടയിൽ ക്യാനിലിടാനും അങ്ങനത്തെ ഇഞ്ചക്ഷൻ ചെയ്യുന്നൊക്കെ ഗ്ലൂക്കോസ് പഴയ അങ്ങനല്ല, ആദ്യം ആ ഏരിയാസിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം സിനിമ ഡിസ്കസ് ചെയ്യുന്നത് വേറെ കാര്യമാണ്. ഇയാളുടെ ലൈഫിൽ ഒരു മിനിറ്റ് മാറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ വരുന്ന ചേഞ്ചസും കാര്യങ്ങളാണ് സിനിമ. അപ്പം ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് അപ്പം ഡ്രാമ, കോമഡി, ഡ്രാമ, ത്രില്ലർ. ഇതൊരു ത്രില്ലർ ജോണർ സിനിമ തന്നെയാണ്. പക്ഷെ അത് മാക്സിമം നമ്മൾ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. സൗഹൃദത്തിനും പ്രണയത്തിനും സർവൈവലിനൊക്കെ പ്രാധാന്യമുണ്ട്. അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമാണ് സിനിമ കാണിക്കുന്നത് മെജോറിറ്റി ആയിട്ട്. ഇപ്പൊ ബാലുചേട്ടന്റെ ക്യാരക്ടർ എന്താണ് ഇതിന്റെ അകത്ത്? എൻ്റെ ക്യാരക്ടർ സിജു ചെയ്യുന്ന ക്യാരക്ടർ അജയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഈ അജയുടെ ജീവിതത്തിൽ ചുറ്റിപ്പറ്റി നടന്നു പോകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അജയുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഇയാളുടെ ഒരു നിമിഷത്തെ ഒരു വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്ന
അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന കഥാപാത്രങ്ങൾക്ക് സംഭവിക്കുന്ന കുറേ കാര്യങ്ങളാണ് പടം ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പൊ ഞാൻ വായിച്ചായിരുന്നു ഒരു വള്ളി കഥാപാത്രമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. അജയുടെ ജീവിതത്തില് 2 കഥാപാത്രങ്ങളാണ്. അയാൾക്ക് വഴിക്കൂടി പോകുന്ന വള്ളി എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാർ. ഒന്ന് അദ്ദേഹത്തിന്റെ അമ്മാവൻ വഴിക്കൂടി പോകുന്ന മനോജ് കെ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഹരിദാദ എന്ന് പറഞ്ഞ ക്യാരക്ടർ. നമ്മുടെ തിങ്കളാഴ്ച അദ്ദേഹം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമർ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് ആഗ്രഹം. എന്നാൽ ഈ സിനിമയിൽ അങ്ങനെയല്ല, പ്രശ്നങ്ങൾ സൊല്യൂഷനും ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ കൂടിയാണ്. പ്രശ്നം കൊണ്ടുവരും, പക്ഷെ പ്രശ്നം പരിഹരിക്കാനും കൂടെ ഉണ്ടാവും. അതുപോലെ അപ്പൊ റിയൽ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യലും അങ്ങനെ വല്ല പരിപാടികളൊക്കെ ഉണ്ടോ? അങ്ങനൊന്നുമില്ല, ഡെഫിനറ്റ്ലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിക്കോസ് ഈ ആസിഫിക്കയുടെ ഒരു ഇന്റർവ്യൂവിനകത്ത് ആസിഫിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാലചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് ട്രിപ്പിന് നിങ്ങളെ കൊണ്ടുപോയി ഫസ്റ്റ് നൈറ്റ് ട്രെയിനിലായിരുന്നു. അപ്പം രാവിലെ ഒഫീഷ്യൽസ് വരുന്ന സമയത്ത് ഇങ്ങനെ മുല്ലപ്പൂ കെട്ടി സംഭവമായിരുന്നു. അപ്പൊ അങ്ങനെ വള്ളിക്കെട്ടുകൾ ബാലചേട്ടന് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ബാലുചേട്ടൻ അങ്ങനെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്തെങ്കിലും വള്ളി കേസുകൾ? ഞാൻ അങ്ങനെ എനിക്ക് കുറെ കിട്ടിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഞാൻ എന്നെ ടോർച്ചർ ഒന്നും ആയിരുന്നില്ലടാ. അല്ല, ഈ പറഞ്ഞ ട്രെയിനിലെ ഒരു ബോഗിലായിരുന്നു, അതായിരുന്നു. അപ്പൊ അതിനകത്ത് ഞങ്ങൾക്കൊരു കൂപ്പേ കിട്ടി. അപ്പൊ ഇവര് മൊത്തം ഞങ്ങളുടെ കൂപ്പയെ ഫുൾ അവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് മുല്ലപ്പൂ ഒക്കെ വെച്ച് അറേഞ്ച് ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം രാവിലെയാണ് എന്റെ പണി കിട്ടിയത്. ഞങ്ങൾക്ക് ഗോവരം ട്രെയിനായിരുന്നു, പക്ഷെ മംഗലാപുരത്ത് ഇപ്പൊ മാറി കയറേണ്ട, ട്രെയിൻ മാറണ്ട, പക്ഷെ സീറ്റ് മാറി ഇരിക്കണമായിരുന്നു. ഞങ്ങൾക്ക് അവിടം വരെയുള്ള സീറ്റ് ഈ ഒരു കൂപ്പേ കിട്ടിയുള്ളൂ. അപ്പൊ അവിടെ നിന്ന് മാറാനുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് TTR-മാരും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി കോമഡി ആയി. അയ്യോ, അത്യാവശ്യം നന്നായിട്ട് അവരെല്ലാരും നല്ല ഉറക്കവും ഞങ്ങള് ബാഗൊക്കെ ആയിട്ട് ഇതൊക്കെ മാറ്റി ഓടേണ്ട ഒരു അവസ്ഥ. അതെ അതെ, അത് തന്നെയാണ് ഈ വള്ളി കേസ് പറയുന്നത്. അങ്ങനെ മാറാൻ. അപ്പൊ അതുപോലെ തന്നെ സിരിച്ചേട്ടൻ ഇപ്പൊ 19ാം നൂറ്റാണ്ടിന്റെ സിനിമയുടെ സമയത്ത് ഒത്തിരി അധികം ട്രാൻസ്ഫോർമേഷൻ ചെയ്തത് ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ അതുപോലെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാർക്ക് ഔട്ട് ട്രെയിനിങ്, ഈ ചാട്ടം, ഒരു ബിൽഡിംഗിന് അപ്പുറത്തേക്ക് ചാടുന്നു, അങ്ങനെ ഒത്തിരി അധികം ചെയ്തു. അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്ക് ഔട്ടിന് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, ഇങ്ങനെ ചാട്ടം, ഒരു ചാട്ടം, അങ്ങനെ അങ്ങനെ അതുപോലെ ഓട്ടം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വായിച്ചായിരുന്നു. ജിത്തും മേക്കമാൻ ജിത്തും ഉല്ലാസം കൂടിയാണ് ഡിസൈൻ ചെയ്തത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലുക്ക് ആയിരിക്കണം ഡിസൈൻ ചെയ്ത്, അതാണ് ഫുൾ സൈഡൊക്കെ പറ്റടിച്ച് അങ്ങനത്തെ ഒരു ഫ്രീക്കൻ രീതിയിലുള്ള. മുടി കളർ ചെയ്ത് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളതാണോ? ഈ സിനിമയുടെ അല്ല, അടുത്ത സിനിമയ്ക്കുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു എൻ്റയർ ലുക്ക് ചേഞ്ച് ആദ്യം തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. യങ് വൈബൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു പരിപാടി വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ലീൻ ഡൗൺ ചെയ്യണമായിരുന്നു. ലീൻ ഡൗൺ ചെയ്തു, പിന്നെ പാർക്കോ ട്രെയിനിങ്ങും പരിപാടികളൊക്കെ ചെയ്തു. പിന്നെ അത്യാവശ്യം ഓട്ടം പരിപാടികളാണ്, ജീവിതത്തിന്റെ നെറ്റോട്ടവും പരിപാടികളൊക്കെയാണ്. അപ്പൊ അത്യാവശ്യം ഓട്ടം ഇതൊക്കെ ഉള്ളതുകൊണ്ട് ട്രെയിൻഡ് ആയിരിക്കണമല്ലോ. കാരണം അല്ലെങ്കിൽ അവിടെ ഓടി ഇവൻ ഷൂട്ടിന് മുമ്പായിരുന്നു സിജു ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് ബോഡിയൊക്കെ മാറ്റി വന്നൊക്കെ. എനിക്ക് ഷൂട്ടിന്റെ ഇടയിലായിരുന്നു പണി. എനിക്കും ഈ പറഞ്ഞ ആദ്യത്തെ ദിവസം തുടങ്ങി തന്നെ ഓട്ടം തുടങ്ങിയതായിരുന്നു. അപ്പൊ പടം കഴിഞ്ഞപ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഫുൾ ഇങ്ങനെ ഓട്ടവും ചാട്ടവും ഒക്കെ. അല്ല, ഈ പടത്തില് അങ്ങനെ കുറെ അജയ് എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് സുഹൃത്തായതുകൊണ്ട് പുള്ളിക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിൽ ഓട്ടമാണ്. അപ്പൊ എനിക്ക് സിനിമ കഴിഞ്ഞപ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നത്. കഴിഞ്ഞപ്പോ നല്ലപോലെ മാറിയായിരുന്നു. ഓക്കെ. അപ്പം ചേട്ടനാണെങ്കിൽ 10 വർഷമായിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പം പത്മോർ സാറിൻ്റെ കൂടെ ആണെങ്കിലും VS ശ്രീകുമാർ സാറിൻ്റെ കൂടെ ആണെങ്കിലും. അപ്പം ഇപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് ഉൾക്കൊണ്ട, ഇപ്പം ഈ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ കുറേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം എന്തൊക്കെയാണ് ഇപ്പം അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ? ഉറപ്പായിട്ടും ഇപ്പോൾ ഈ സിനിമയുടെ കോൺസെപ്റ്റ് തന്നെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന എല്ലാവരെയും എക്സൈറ്റഡ് ആക്കുന്ന, റീഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ളത്. കാരണം ഒരു സമയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരേ സാധനം 3 പ്രാവശ്യം റീക്രിയേറ്റ് ചെയ്ത് കാണിക്കണം, ഒരേ വിഷ്വൽസ് തന്നെ. അതും നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്നത് നമ്മളുടെ മാത്രം ലിമിറ്റ് ഉള്ളൊരു പ്ലേസിലല്ല, പബ്ലിക് ക്രൗഡ് സ്പേസിൽ, ക്രൗഡിന്റെ റോഡിലാണ് ഈ സിനിമ കൂടുതലും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റോഡ് സൈഡിൽ പോയി ഇത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ചലഞ്ചായിരുന്നു. അപ്പൊ അത്രയും ചലഞ്ചിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഇദ്ദേഹം ഈ പറഞ്ഞ ഇവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്.
അപ്പൊ ഈ കണ്ണൂരായിരുന്നില്ലേ ഷൂട്ടിംഗ്, അപ്പം അവിടുത്തെ ആൾക്കാരൊക്കെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു റോഡില് ഷൂട്ടിങ്ങിന്റെ കണ്ണൂർ എന്ന് സമയത്ത്. പറഞ്ഞ പശ്ചാത്തലം സിനിമയിൽ ഇല്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല. എങ്കിലും പക്ഷെ കണ്ണൂരുള്ള ആളുകളെല്ലാം ഭയങ്കര സഹകരണമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. അല്ല, എന്താ സംഭവിച്ചില്ല, ശരിക്കും ഇപ്പൊ ഒരു പ്രോപ്പർ നമ്മൾക്ക് വേണ്ടിയിട്ടൊരു എൻവയോൺമെന്റിലാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഫിലിം സിറ്റി, ഇപ്പൊ രാമോജി ഫിലിം സിറ്റിയിലാണ് ഈ സെയിം സംഭവം ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ കൂടി എളുപ്പം ഉണ്ടാവും. പ്രോപ്പർ ജൂനിയർ ആർട്ടിസ്റ്റിന് ഇവിടെ നിന്ന് വിടാം, ഇത് കഴിഞ്ഞ് ഇങ്ങനെ മാറാം, അപ്പൊ നമുക്ക് എടുത്ത് ക്യാമറ മാറ്റി വെച്ച് ഷൂട്ട് ചെയ്യാം അങ്ങനെ. പക്ഷെ ഇത് നമ്മൾ പ്രോപ്പർ റോട്ടില് ലൈവ് ലൊക്കേഷനിലാണ് ആൾക്കാരുടെ കൂടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ഡയറക്ടോറിയൽ എക്സ്പീരിയൻസും പിന്നെ ഇവരിപ്പോ ഇതിന്റെ ക്യാമറമാൻ രവിയേട്ടനാണെങ്കിലും ഉല്ലാസും ഇവരെല്ലാവരും തമ്മിൽ ഒരു വളരെ നല്ല റാപ്പുണ്ട്. ഇവർ ഒരുപാട് വർഷമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അസോസിയേറ്റ്സ് ആയിട്ട് ഒരുമിച്ച് അവർ ഒരുപാട് പടങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇവരുടെ ഇടയിൽ നല്ലൊരു റാപ്പോ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പണി എളുപ്പമായിരുന്നു കുറച്ച്. അത് അത്യാവശ്യം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നില്ല, പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇതിനകത്തുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അതെ, അതാണ്. അപ്പൊ ചിലപ്പോൾ കുറച്ചും കൂടി ഇന്റലക്ച്വൽ രീതിയിൽ നമുക്ക് വേറെ രീതിയിലൊക്കെ നമുക്ക് ചെയ്യായിരിക്കും, കുറെ കൂടി ബുദ്ധി പ്രയോഗിച്ച് ഓർത്ത് നോട്ട്ബുക്ക് എടുത്ത് വെച്ച് കണ്ട് അങ്ങനെ കാണേണ്ട ഒരു പടം ആക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാളും ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇത് ചെയ്യുമ്പോഴാണ് നമ്മളുടെ എല്ലാ ഓഡിയൻസിനും മനസ്സിലാവണം. അപ്പോൾ അത് നമ്മുടെ ഡയറക്ടറിന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു. അത് നല്ല വൃത്തിയായിട്ട് ചെയ്തു. അതിന് ഉറപ്പായിട്ടും നമുക്ക് ഹെൽപ്ഫുൾ ആയത് നമ്മുടെ ക്രൂ ആയിരുന്നു കേട്ടോ. ടോട്ടലി ഇപ്പം ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്ന രവിചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം ഞാൻ ഒരുമിച്ച് മുമ്പ് ബിയോണ്ട് ബോർഡർ എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ സഹ ക്യാമറമാൻ ആയിരുന്നു. ഞാൻ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറും ആയിരുന്നു. ആ അദ്ദേഹത്തിന് എന്റെ പടത്തിന്റെ ക്യാമറമാനായിട്ട് വന്നു. അന്ന് അവിടെ അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്ന അഖിലേഷ് മോഹനാണ് ഈ പടത്തിന്റെ എഡിറ്റർ. അന്ന് അവിടെ അസിസ്റ്റന്റ് മേക്കപ്പ് മാനായ ജിത്തു ആണ് ഇതിന്റെ മേക്കപ്പ് മാൻ. അന്ന് അതിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണ് ഇതിന്റെ ഇപ്പോഴത്തെ പ്രൊഡ്യൂസർ. ഇതൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതല്ല, ഇതെല്ലാം സംഭവിച്ചു പോയതാണ്. ഈ ടീം ക്രൂ എല്ലാം നമ്മോട് സഹകരിച്ചു നിന്നു. ഇവരെല്ലാം ഈ സാധാരണ ഇതിൽ രാവിലെ ഇത്ര മണിക്കാണ് ഷോട്ട് എടുക്കാൻ, രാവിലെ തന്നെ വരും. രാവിലെ തന്നെ ഓട്ടമാണ്, വന്നു കഴിഞ്ഞാൽ തന്നെ ഓടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വാമ്പ് കഴിഞ്ഞിട്ടാണ് സോങ്ങിലേക്ക് നമ്മൾ സീനിലേക്ക് കയറുന്നത്. അത്രയും ആദ്യം തന്നെ വന്നു കയറിയ ഉടനെ എല്ലാ ലൊക്കേഷനിലും വരുമ്പോ തന്നെ അവർക്ക് എല്ലായിടത്തും ഓടണം. ഇവർ ഓടാത്ത കണ്ണൂർ ഓടാത്ത സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അത്യാവശ്യം എല്ലാ ഓടി എല്ലാ സ്ഥലം കണ്ടിട്ടുണ്ട്, ഓടി കിടന്ന് കണ്ടു. അത് ഈ ടെക്നിക്കൽ സൈഡിൽ തന്നെ എല്ലാവരും നമ്മൾ നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ടെക്നിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമ കൂടിയാണ്. അപ്പോൾ അവർ നമ്മൾ നേരത്തെ പരിചയവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ സൈഡ് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മളും ഇതിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമ്മൾ നേരത്തെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, നേരത്തെ തൊട്ട് അറിയാം. നമ്മൾ ഏകദേശം 10-11 വർഷത്തെ അത്രയും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയുടെ അകത്ത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഒരു 1 മിനിറ്റ് പ്രമേയം ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഫൺ സെഗ്മെന്റ്, ഒരു ഗെയിം പോലെയാണ്. അപ്പോൾ 1 മിനിറ്റിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കാനായിരിക്കും, അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്ന് പറയണത് അല്ല 3 പേരുണ്ട്. ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ബാലുചേട്ടൻ ചേച്ചിയോടാണ്. എന്തെങ്കിലും ഈ 1 മിനിറ്റിൽ, നമ്മൾ 1 മിനിറ്റിൽ എന്ത് മാറ്റം വേണമെങ്കിലും വരാമല്ലോ. ഇപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾ വേണമെങ്കിൽ ദേഷ്യപ്പെടാം, സാഡ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ 1 മിനിറ്റ് കൊണ്ട് ബാലുചേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ചേച്ചിയോട്ടൻ എന്തെങ്കിലും പറഞ്ഞൊന്ന് ട്രിഗർ ചെയ്യണം, അല്ലെങ്കിൽ പേടിപ്പിക്കണം. എന്തെങ്കിലും പറഞ്ഞിട്ട് പേടിപ്പിച്ചാൽ മതി. ഞാൻ ടൈമർ നാളെ രാവിലെ 6 മണിക്ക് ഷൂട്ടിന് ഓടിപ്പിക്കാൻ വേണ്ടി ഇത്രയും പേടിച്ചാൽ മതിയോ? ശരി, ഓടുന്ന ഒരു പേടിയാണോ ഇപ്പം ആലോചിക്കുന്നത്? ഇപ്പൊ ഇനി ദൈവം ഇനി ശീലമായിരുന്നു. കുറെ മതിലിയാട്ടവും കാര്യങ്ങളൊക്കെ പടത്തിലുണ്ട്. അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തായിരുന്നു. കഴിഞ്ഞിട്ടില്ല, ഇത് 4-5 കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ബാലുചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞു. നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആൻഡ് ബോണ്ടിങ് ഉള്ള ആൾക്കാരല്ലേ. എന്തെങ്കിലും പറഞ്ഞിപ്പം ബാലുചേട്ടൻ സീരിയസ് ആയിട്ടിരിക്കുക, ചിരിക്കാൻ പാടില്ല. എന്തേലും പറഞ്ഞിട്ട് പല്ല് കാണിച്ചു കഴിഞ്ഞാൽ ഔട്ടാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കും. അത് ശരിയോ, താടി വെച്ചാൽ കാണാൻ പറ്റത്തില്ല, താടി വെച്ചാൽ കാണാൻ പറ്റത്തില്ല, അത് പറ്റത്തില്ല. ഇല്ലല്ലേ, വിട്ടു തരൂല എന്നാണ്.
സുഹൃബന്ധത്തിന് വേണ്ടി അതാണ് സുഹൃത്തുക്കളുടെ ഒരു സംഭവമാണ്. ചേട്ടനോട് ഞാൻ ഇങ്ങനെ പറയുന്നില്ല, ഒരു മിനിറ്റിനെ പറ്റിയിട്ട് ചേട്ടൻ ഇതിൻ്റെ അകത്ത് നായികയുണ്ട് നമ്രത എന്നാണല്ലോ, അപ്പം ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഒരു മിനിറ്റില്. അജയ് മഹേശ്വരി എന്ന് പറയുന്ന അജയുടെ ലൈഫിലേക്ക് അജയുടെ അമ്മയുടെ ആഗ്രഹം അജയ് ഒരു കല്യാണം കഴിച്ച് കാണണം എന്നാണ്. അജയ് ഭയങ്കര യൂത്ത് വൈബുള്ളൊരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന് എല്ലാവരെയും ഇഷ്ടപ്പെടില്ല, അദ്ദേഹത്തിന് ലുക്ക് ആൻഡ് ഫീൽ ഒന്നുമല്ല, പുള്ളിക്ക് വൈബായി ഫീൽ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ അത് അതിന് ആളുടെ അപ്പിയറൻസിനൊന്നുമല്ല അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അയാളുമായിട്ട് വൈബായി തോന്നുന്ന ഒരാള്. അങ്ങനെ അയാളുടെ വൈബായിട്ട് തോന്നി അയാൾ കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രമാണ് നമ്രത അവതരിപ്പിക്കുന്ന നിമ ജോസഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അത് അയാളൊരു ബസ്സിൽ വെച്ചൊരു ഇൻസിഡന്റിൽ കണ്ടുമുട്ടുന്നതാണ്. ആ ഇൻസിഡന്റിൽ തന്നെ അയാൾക്ക് ആ വൈബ് ഫീൽ ചെയ്തു. അങ്ങനെ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഓഫ് കോഴ്സ് അത് ഫസ്റ്റ് സൈറ്റിന്റെ ഒപ്പം തന്നെ അവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കൂടി അവർക്ക് ഇഷ്ടപ്പെട്ടു, കൈൻഡ്നെസ്സും കൂടി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമ ജോസഫ് എന്ന് പറയുന്ന നായിക കഥാപാത്രമാണ് നമ്രത ചെയ്തിരിക്കുന്നത്. റാപ്പോ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് സിനിമയിൽ. അത് ആ പാട്ടിലാണെങ്കിലും നല്ല എവിഡന്റ് ആണ്. ഇപ്പൊ ഇറങ്ങിയ പാട്ടുണ്ടല്ലോ, ഇനി ഒരു പാട്ട്, 2 പാട്ടുകൾ ഇവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുണ്ട്. അതാണ് മെജോറിറ്റി ആയിട്ട് ഈ സിനിമയിൽ വരുന്നത്. കാരണം പിന്നീട് അങ്ങോട്ട് സർവൈവൽ സീക്വൻസുകളായി, റണ്ണിങ് സീക്വൻസും ത്രില്ലിംഗ് സീക്വൻസുകളും ആയതുകൊണ്ട് മേജർ ഇൻസിഡന്റ് ആദ്യത്തെ ഒരു അരമണിക്കൂറിലാണ് ഇവരുടെ പ്രണയവും കാര്യങ്ങളും എല്ലാം സിനിമയിൽ വന്നു പോകുന്നത്. അപ്പൊ ത്രൂ ഔട്ട് തന്നെ ഫീമെയിൽ ക്യാരക്ടറും ഉണ്ട്, ത്രൂ ഔട്ട് ഉണ്ട്. പക്ഷെ മെജോറിറ്റി ആദ്യത്തെ അരമണിക്കൂറിലാണ് അവരുടെ പ്രണയം രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഭയങ്കര ഈസി കഷ്ടപ്പാട് നമുക്കല്ലേ അറിയുള്ളൂ. ഒരു മിനിറ്റിൽ കവിഞ്ഞല്ലത്. ശരി, ടൈമർ വെക്കാൻ മറന്നുപോയായിരുന്നു. ബാലചേട്ടന്റെ വൈഫിനെ പറ്റിയിട്ട് പുകഴ്ത്തി, എന്താണ് ഈ തങ്കക്കുടമേന്ന് എന്ത് പറഞ്ഞിട്ടാണെങ്കിലും ഒരു മിനിറ്റിൽ പുകഴ്ത്തി അങ്ങ് പറയാം. തിരിച്ചു പോകുമ്പോ പുള്ളിക്കാരി ആയിരിക്കണം ഇത്രയും ഒരു തങ്കപ്പെട്ട ഒരു ഭർത്താവ്, ഇത്രയും എന്നെ പൊക്കി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കി വെക്കണം. നിങ്ങളുടെ കണ്ണിൽ അത് വൈഫായിരിക്കും, പക്ഷെ ബാലു മനസ്സിലാലോചിക്കുന്നത് വേറെ ആളായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ വേറെ ആരെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഇത്രയും നന്നായിട്ട് പറയാൻ പറ്റൂല. കാര്യം എന്റെ ഏറ്റവും വലിയ സുഹൃത്തും വഴികാട്ടി, അതൊന്ന് വനിതയുടെ പരസ്യമാണ്. എന്റെ ഏറ്റവും വലിയ സുഹൃത്തും, അത് പണ്ടും ഇപ്പോഴും എന്റെ ഏറ്റവും വലിയ സുഹൃത്തും, എന്റെ പാർട്ട്ണർ ഇൻ ക്രൈം, പാർട്ട്ണർ ഇൻ എവറിത്തിങ്. എല്ലാ ഉടായ്പിലും മാത്രമല്ല, എന്റെ എല്ലാ താഴത്തുള്ള പോയിന്റിലും മേളിലുള്ള പോയിന്റിലും എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ നല്ലതിലും എന്റെ കൂടെ ഉണ്ടായ എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് എന്റെ വൈഫ്. ഓൾസോ ചേട്ടാ, ഈ ഇപ്പം സെറ്റില് നിങ്ങൾ തമ്മിലുള്ള റാപ്പോയും ഫണ്ണും ഒക്കെ ഉണ്ടല്ലോ, അപ്പം സെറ്റിൽ എന്തെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് കോമഡി ആയിട്ട് അല്ലെങ്കിൽ ഫണ്ണായിട്ട് നടന്ന എന്തെങ്കിലും ഇൻസിഡൻസ് വല്ലതും ഉണ്ടോ? ഒരുപാടുണ്ട്. ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാളായതുകൊണ്ട് അറിയില്ല കുറെ കാര്യങ്ങൾ. എനിക്ക് ഫൈറ്റ് സീക്വൻസ്, ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ എടുത്തിരുന്നത് സിമന്റ് ഗോഡൌണിലായിരുന്നു. എല്ലാരും മറ്റേ 5 ദിവസം സിമന്റ് അടിച്ച് കയറ്റിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. കാര്യം നമ്മള് തുടങ്ങാൻ നേരത്ത് കൊള്ളാട്ടോ, കാര്യം ഇത്രയും പൊടി ഇതൊക്കെ എല്ലാം വേറൊരു മൂടുണ്ട്. പക്ഷെ 2 ദിവസം പക്ഷെ ഇത് ഈ പൊടി എന്ന് പറഞ്ഞ സിമെന്റിന്റെ പൊടിയും നമ്മളും കൂടി ആകുമ്പോ, എസ്പെഷ്യലി നമ്മൾ മേത്തപ്പോ ഈ ഫൈറ്റിന്റെ ഇടയിലുണ്ട് ഇവര് വാട്ടർ സ്പ്രേ ഒക്കെ അടിച്ച് സ്വെറ്റിന് വേണ്ടിയൊക്കെ അടിച്ചു വരും. കുറച്ച് സിമെന്റ് ഇതുകൂടെ കയറിയിട്ട് മുടിയൊക്കെ രാത്രി ആകുമ്പോ സിമെന്റ് ഇട്ട പോലെയാണ്. കുറച്ച് കമ്പനിയും കൂടി ഇട്ട് വെച്ചാൽ വാർത്ത വയ്ക്കാൻ പറ്റില്ല ഒരു ഐറ്റായിരുന്നു. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഷൂട്ടായിരുന്നു, പക്ഷെ രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്ത് പറഞ്ഞാലും അവസാനം മഞ്ഞുമൽ ബോയ്സിലേക്ക് നമ്മൾ എത്തും. എങ്ങനെ പറഞ്ഞാലും അവസാനം ബാലചേട്ടൻ ഈ ചോദ്യം കേട്ട് മടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും മഞ്ഞുമൽ ബോയ്സിന്റെ സക്സസ് മീറ്റിന് നിങ്ങൾ കമലഹാസൻ സാറിനെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ക്രൂ മൊത്തം. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എന്തെങ്കിലും ഇൻസിഡൻസ് വല്ലതും ഉണ്ടായിരുന്നോ? അല്ല, നമുക്ക് ആക്ച്വലി പടത്തിന് നമ്മൾ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതിൻ്റെ പാട്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ എൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ആ സമയത്ത് തമാശക്കൊക്കെ പറയുന്നത് എൻ്റെ കമലഹാസൻ സാറിനൊക്കെ അത് നമുക്ക് കാണണമല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പടം വെറുതെയൊക്കെ സംസാരിച്ച് വെച്ചായിരുന്നു. പക്ഷേ ഇത് ആക്ച്വലി പടം റിലീസ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നൊരു കോളാണ്, കമൽ സാറ് നമ്മളെ കാണാൻ വേണ്ടി അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. നമ്മളപ്പോൾ എല്ലാവരും ക്ലൗഡ്സിന്റെ മേളിലായിരുന്നു പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു. എല്ലാവരും ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മള് വളരെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ, അയാള് നമ്മള് കാണാൻ വേണ്ടി ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ ഒരു മുറിയിലേക്ക് കയറി വരുന്നു.
മറ്റേ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കുറെ എല്ലാരും കൂടെ സംസാരിച്ച് മറിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ചെന്നിട്ട് മറ്റേ എല്ലാരും സ്റ്റക്കടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ വളരെ രസകരമായിട്ടാണ് പുള്ളി നമ്മുടെ അടുത്തും സംസാരിച്ചത്. പുള്ളി പടം കണ്ട് പടത്തിനെ പറ്റി പടം കണ്ട് പുള്ളി പടത്തിനെ പറ്റി അത്ര എന്റെ ഇന്റർവ്യൂ കിടപ്പുണ്ട്. പുള്ളി അത്രയും സംസാരിക്കുന്നത് സാർ അത്ര കാര്യമായിട്ടാണ് പടത്തിന്റെ ഓരോ സീൻസും കണ്ട് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. അതായിരുന്നു നമുക്ക് ഏറ്റവും ഞെട്ടിപ്പോണം. പുള്ളി അത്രയും വർഷം മുമ്പ് ഷൂട്ട് ചെയ്താണ് അവിടെ. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്ത ഫ്രെയിം നമ്മുടെ പുള്ളി നിൽക്കുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പടത്തിന് എന്തൊക്കെയോ ഫോട്ടോസൊക്കെ വരും. അപ്പോൾ ആ സ്ഥലമൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവമാണ്, അതിൻ്റെ താഴേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ്. പുള്ളി എല്ലാ കാര്യവും അത്രയും പണ്ട് ഷൂട്ട് ചെയ്ത പടം അത്രയും ഓർമ്മയിലാണ്. അതെ, അത്രയും നോട്ട് ചെയ്ത് സാറ് സംസാരിക്കേണ്ടത്. അത് ഭയങ്കര ഒരു വലിയ നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണ്. ഇത്രയും വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത പടമായിട്ട് പോലും അന്നത്തെ പടത്തിലും നമ്മളിപ്പോഴത്തെ ഫ്രെയിം വെച്ച് വരെ സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ അകത്തൊരു സർപ്രൈസ് എലമെന്റ് ഉണ്ട് ഇവിടെ തന്നെ. ആൻഡ് സ്ട്രേഞ്ചർ എന്ന് പറയുന്നത് അത് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. ആൻഡ് സ്ട്രേഞ്ചർ എന്നല്ലേ ഇപ്പൊ ബാക്കത്തെ ആ ഒരു പോസ്റ്ററിന്റെ അകത്ത് ഇപ്പൊ സിജുചേട്ടനും ബാലചേട്ടനും ബാക്കിലൊരു രൂപമാണ്. അപ്പൊ ബാക്കിലെ രൂപം കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറെ ഗസ്സസ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം രാജുവേട്ടനാണോ അങ്ങനെയൊക്കെ കുറെ ഗസ്സസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ക്ലൂ ഉറപ്പായിട്ട് ആ നമ്മൾ സിനിമാ തിയേറ്ററിൽ തന്നെ കാണുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. എന്നാലും എന്തെങ്കിലും ഒരു ക്ലൂ. മലയാളത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത്. അപ്പൊ ഒരു ചെറിയ ക്യാരക്ടറാണോ? അല്ല, അത്യാവശ്യം ക്യാമിയോ ആണ്. ഒരു അരമണിക്കൂറോളം പടത്തിൽ വരുന്നുണ്ട് അദ്ദേഹം ടോട്ടാലിറ്റിയിൽ വരുമ്പോൾ ഉള്ള പോലെ തന്നെ. വെയിറ്റിംഗ് ആണ് അത് ആരാണ് രസമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ജൂലൈ 26. പക്ഷെ ആ പടത്തിന്റെ ടൈറ്റിൽ പോലും ആ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈറ്റിലാണ്. അത് അത്രയും രസകരമായിട്ട് വരാൻ പോകുന്ന സാധനമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, ഈ പുഷ്പക വിമാനം എന്ന് പറയുന്ന ടൈറ്റിൽ തന്നെ ഭയങ്കര ക്യാച്ചിയാണ്. ഇപ്പം ഒരു സിനിമയുണ്ട് ആ പേര് തന്നെ, പക്ഷെ നിങ്ങൾ ആ പേര് തന്നെ എടുക്കാമെന്ന് തീരുമാനിക്കാൻ ഉള്ള കാരണം അത്രയും ഇമ്പോർട്ടൻസ് ആണ്. പറയുന്ന ഈ കഥാപാത്രത്തിന്റെ കണ്ടന്റിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് കണ്ടുപിടിച്ചതാണ് ആ പേര്. അപ്പൊ എന്തായാലും ബാലുചേട്ടന്റെ പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ പോവാണ് ദിലീപേട്ടന്റെ കൂടെ. അപ്പം നിങ്ങളുടെ ബാലുചേട്ടൻ്റെയും ദിലീപേട്ടൻ്റെയും കിങ് ലെയർ എന്ന് പറഞ്ഞ പടം അത്രയും ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചൊരു പടമാണ്. അപ്പം അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ദിലീപേട്ടനോട് വർക്ക് ചെയ്യുന്ന ധ്യാൻ ചേട്ടനും ഉണ്ടെന്ന് തോന്നുന്നു ആ സിനിമയിൽ. അപ്പം എങ്ങനെ ലൈക്ക് അത് തുടങ്ങിയോ? നിങ്ങൾ മീറ്റ് ചെയ്തായിരുന്നോ? അല്ല, ഷൂട്ട് തുടങ്ങിയിട്ടില്ല. എൻ്റെ ഒരു 20th ഒക്കെ ആകുമ്പോൾ തുടങ്ങുന്നത് കോയമ്പത്തൂർ വെച്ചിട്ട്. അപ്പൊ മീറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. എക്സൈറ്റഡ് ആണോ? കാരണം കുറെ കാലത്തിന് ശേഷമല്ലേ നിങ്ങൾ? ഉറപ്പായിട്ടും ഞാനും ഒരു നല്ല പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ കൃത്യമായിട്ട് അങ്ങനെ വന്നു. അപ്പം എന്താണ് ഓഡിയൻസിനോട് നിങ്ങൾക്ക് ഇപ്പം 1 മിനിറ്റ് അല്ല, 1 മിനിറ്റ് വേണ്ട, വിടാം, നമുക്ക് 1 മിനിറ്റ് വിടാം. എന്താണ് അത് കഴിഞ്ഞായിരുന്നു. എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഇപ്പം സിനിമ ഇറങ്ങുകയാണ് 26-ാം തീയതി, നമ്മളൊക്കെ പോയി കാണും. അപ്പം അവരോട് എന്ത് എക്സ്പെക്ട് ചെയ്ത് വേണം നമ്മൾ? പുതുമ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളെല്ലാം തിയേറ്ററിൽ ഓടുന്നുണ്ട്, നല്ല സിനിമകളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു കോൺഫിഡൻസ്. ഇപ്പോഴത്തെ ഓഡിയൻസ് പുതുമയുള്ള വ്യത്യസ്തമായ നല്ല സിനിമകൾ കൊടുത്താൽ സ്വീകരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് എന്നെപ്പോലൊരു തുടക്കക്കാരനായ ഡയറക്ടർ ഇങ്ങനത്തെ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് തന്നെ. അപ്പോൾ ഉറപ്പായിട്ടും ഓരോ പ്രേക്ഷകനെയും മുഷിപ്പിക്കാത്ത രീതിയിൽ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് വളരെ വ്യത്യസ്തമായി പറയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സിനിമ കണ്ട് ജയിപ്പിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ വാച്ച് ഔട്ട് ചെയ്ത് മനസ്സിലാക്കണം. ആ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സിനിമയുണ്ട് എന്തായാലും. തിയേറ്ററിൽ പോയി കണ്ട്. അപ്പൊ എന്തായാലും 26-ാം തീയതി ഞങ്ങളൊക്കെ തിയേറ്ററിൽ പോയി ഇത് കാണുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.